എവ്രിവൺ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഫ് യു കമ്പയർ ഓട്സ് വിത്ത് മിൽക്ക് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഓട്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിക്കുന്നതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. 1 കപ്പ് ഓട്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4 to 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുക, നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റുന്നു. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവ, വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു 1/4 കപ്പ് കേർഡ്, അതിനുശേഷം 1 കപ്പ് വെള്ളം, അതെല്ലാനും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ലംസ് ഒന്നും പാടില്ല, കട്ടത്തരികൾ അങ്ങനെയൊന്നും പാടില്ല. നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗ്രേറ്റ് ചെയ്തതാണ്, അതുപോലെ 2 ചില്ലി ഫൈൻലി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓണിയൻ ഫൈൻലി ചോപ്പ് ചെയ്തത്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഫൈൻലി ചോപ്പ് ചെയ്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു തിക്ക് ഫ്ലോയി ബാറ്റർ ആയിരിക്കണം ഇതിനുണ്ടാവുക. കൂടുതൽ കട്ടിയായി തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അത് ലൂസാക്കാം. പക്ഷെ ഒരു തിക്ക് ഫ്ലോയി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിനുശേഷം ഒരു പാൻ വെച്ചു, നമുക്കതിൽ എണ്ണ തൂവിയതിന് ശേഷം നമ്മളതിൽ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ്സ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ എണ്ണ തൂവാം. then അത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. മറ്റേ സൈഡും നല്ലതുപോലെ നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സിൽ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പം നോക്കുവാണെങ്കിൽ മറ്റേ സൈഡും ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും അല്ല പാൻ കേക്ക്സ് ഇതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗ്രീൻ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചട്നിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി ഒന്ന് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ലവ് യു ആൾ.